പ്രിയപ്പെട്ട മുരുകഭക്തരെ വണക്കം. ഞാൻ ജെയിംസ് കെ ഗോപിയ. തൈപ്പൂസ അവാർഡ് ചടങ്ങ് വീഡിയോ പലരും കണ്ടിരുന്നു. അതിലൊരു വലിയ അത്ഭുതം സംഭവിച്ചു. അതിലൊരു കാര്യം നടന്നു. സാധാരണയായി ഞാൻ അഭിമുഖങ്ങൾ വളരെ കുറച്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അവസാനം ഭക്തിയും നൽകി. അതിനുശേഷം ഇനി എങ്ങനെയെങ്കിലും അഭിമുഖങ്ങളില്ല. ഇപ്പോൾ ഏതെങ്കിലും ചാനലിൽ നിന്ന് ആരെങ്കിലും എന്നെ ബന്ധപ്പെടുമ്പോഴും ഞാൻ പരമാവധി ബന്ധപ്പെടുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നു. കാരണം ഏത് നമ്പറിലേക്കും വിളിച്ചാൽ അതും സ്വിച്ച് ഓഫ് ആണെന്ന് കാണിക്കും. അല്ലെങ്കിൽ വാട്സാപ്പ് വഴി മാത്രമേ ബന്ധപ്പെടൂ. അപ്പോൾ ഭക്തർക്കായി നൽകിയ നമ്പറിൽ നിന്നാണ്. സഹോദരി രമ്യ എന്നൊരാൾ എന്നെ മെസ്സേജ് അയച്ചിരുന്നു. ഞങ്ങളുടെ ചാനലിന് അഭിമുഖം വേണമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ അഭിമുഖങ്ങൾ നൽകുന്നത് കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാനായി 12 ചാനലുകൾക്ക് മാത്രം പോയി സംസാരിക്കും. എല്ലാ ചാനലുകളിലും പോയി സംസാരിക്കാൻ എനിക്കൊന്നും അറിയില്ല. നിങ്ങളോടും പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മുരുകനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ജോലിയിലായതിനാൽ അഭിമുഖങ്ങൾ നൽകുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവരും ശരി സാർ, ഇരുന്നാലും ഞാൻ എൻ്റെ ചാനൽ ലിങ്ക് നിങ്ങളെ അയക്കുന്നു, നോക്കൂ എന്നിങ്ങനെയാണ് പറഞ്ഞത്. സത്യത്തിൽ അതൊരു വലിയ അത്ഭുതമായിരുന്നു. അതിൽ ഞാൻ നിങ്ങൾ ചെയ്യും അമ്മ എന്ന് പറഞ്ഞു. ശരിയായി തൈപ്പൂസിനെതിരെ വന്ന വീഡിയോയ്ക്ക് ശേഷം ഒരു ധ്യാനത്തിൽ എനിക്കൊരു ഉത്തരവ് വന്നു. ഈ സഹോദരി ചോദിച്ചല്ലോ, അതിനാൽ അവർക്ക് മാത്രം ഞങ്ങളുടെ വീഡിയോ മറ്റാർക്കും നൽകാതെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തു. ഞാൻ അവർക്ക് അയച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. തീർച്ചയായും ഭാവിയിൽ നമ്മൾ നേർക്കാണൽ നടക്കേണ്ട വിധി തീർച്ചയായും നടക്കും. അത് മുരുകപ്പെരുമാൾ കരുണയാൽ എപ്പോഴെങ്കിലും നടക്കും എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ അയക്കുന്നു. അതും എനിക്ക് ധ്യാനത്തിൽ ഉത്തരവായി വന്നതുകൊണ്ടാണ് ഞാൻ അയച്ചത്, അല്ലെങ്കിൽ അയച്ചേനേ ഇല്ല. ഇതിനു മുമ്പ് ഷഷ്ടിവ്രതം വീഡിയോ പോലും ഭക്തിയില്ലാതെ സായി സെന്തിൽ സാർ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതും ഞാൻ ആ ഒരു വീഡിയോ മാത്രം അദ്ദേഹത്തിന് പ്രത്യേകമായി അയച്ചിട്ടുണ്ട്. കാരണം നമുക്ക് എന്ത് ഉത്തരവ് വരുന്നു അപ്പോഴേ പറയുന്നത് എളുപ്പമാണ്. ഒരു ഇൻ്റർവ്യൂവിന് തയ്യാറാവുമ്പോൾ അത് ശരിയായ സമയത്ത് നടക്കും. ഇതുവരെ നോക്കൂ, ഓം ശരണഭവ ചാനലിൽ എനിക്ക് ഇൻ്റർവ്യൂ നൽകാൻ കഴിയില്ല. കിട്ടത്തൊരു വളരെ നാളായി. അതിനായി ഞാൻ ശേഖരിച്ച് വെച്ചിരുന്നു. ഏകദേശം ഒരു 100, 500, 500 കാര്യങ്ങൾ ആ പേപ്പറിലേക്ക് തരുന്നുണ്ട്. സംസാരിക്കാൻ ഉത്തരവൊന്നും കിട്ടിയില്ല. ഞാനും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നു. അതിലൊരു വലിയ കാരണമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ സഹോദരിക്ക് അയച്ചിങ്ങനെ പറഞ്ഞതിന് ശേഷം വിട്ടു. അവരും സാർ ഇത് ശരിയാണോ എന്നറിയില്ല, നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇടൂ, ഇല്ലെങ്കിൽ പരവായില്ല എന്നിങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ മുരുകപ്പെരുമാൾ എന്തുകൊണ്ട് നിങ്ങളെ കാണിച്ച ശേഷം വീണ്ടും കാണിച്ചു എന്ന് പറയുമ്പോൾ അതിന് പിന്നിലൊരു വലിയ അത്ഭുതമുണ്ടെന്ന് പറയേണ്ടി വരും. സാധാരണയായി ചിത്തൂർ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി മുരുക ഭക്തർ ബന്ധപ്പെടാറുണ്ട്. ചിലർക്കേ തമിഴ് അറിയൂ. എന്നമ്മ നിന്റെ കൂടെ തെലുങ്കിൽ സംസാരിക്കുമെന്ന് പറയുന്നവരുമുണ്ട്. നമ്മുടെ തമ്പി രാകേഷ് എന്നൊരാളുണ്ട്. അതിനു പുറമെ തെലുങ്ക് അറിയുന്ന നിരവധി സുഹൃത്തുക്കളുണ്ട്. അവരിലൂടെ ആ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ബംഗളൂരുവിലും അതാണ്. തമിഴ് ഭക്തരേക്കാൾ കൂടുതൽ കർണാടകയിൽ വലിയൊരു മുരുക ശക്തിയുണ്ട്. അവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ പറയും. അതുപോലെ തന്നെ കേരള അമ്മ സുധാമുണ്ട്. അവിടെ ചില കാര്യങ്ങൾ മലയാളത്തിൽ സംസാരിച്ച് നൽകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവളൊരു വീഡിയോ അയച്ചു. അതിൽ ഞാൻ സംസാരിച്ച തമിഴ് വീഡിയോ മലയാളത്തിലും തെലുങ്കിലും മാറ്റി അയച്ചിരുന്നു. എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. ഇന്നത്തെ ഈ ടെക്നോളജി ഇത്ര ദൂരെ എത്തിയിരിക്കുന്നു എന്നറിയാം. പക്ഷേ അത്ര പെർഫെക്റ്റായി നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്തുമോ എന്നത് വലിയ സംശയമായിരുന്നു. പിന്നെ നിങ്ങൾ ആരാണെന്നമ്മേ? നിങ്ങൾ ഞാൻ കരുതിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞാൻ ഇതിനെ ഒരു വലിയ പ്രോസസ്സ് എന്ന് കരുതിയിരുന്നു. പക്ഷേ വളരെ സാധാരണമായി നിങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സാർ അവരവരുടെ വീട്ടുകാരോട് സംസാരിക്കാൻ പറഞ്ഞു. അവരോട് സംസാരിച്ചതിന് ശേഷം മനസ്സിലായി, സത്യത്തിൽ ഒരു വലിയ ടെക്നോളജി ഇന്ത്യയിലാകെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓ മുരുകൻ ഇതെല്ലാം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഞാൻ ഒരു കാര്യത്തിൽ വളരെ വിശ്വസിക്കുന്നു. പ്രപഞ്ചത്തോട് ബന്ധമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരെയും കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങളും മറ്റുള്ളവരുടെ ജീവിതവും തമ്മിലൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് പങ്കാളിയാക്കാൻ കഴിയൂ. ആ ബന്ധം നല്ലതായിരിക്കാം, മോശമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉൾവിനെയും കർമ്മവിനെയും അടിസ്ഥാനമാക്കിയും ആ ബന്ധമുണ്ടാകാം. അതിനാൽ അവൻ പറഞ്ഞ ഉടനെ അവൻ്റെ വീട്ടുകാരോട് സംസാരിക്കാൻ പറഞ്ഞത് എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. അവൻ അത്യന്തം വലിയ ടെക്നോളജി പറഞ്ഞു എന്ന് എനിക്ക് തോന്നി. എനിക്ക് പലരും സൂം മീറ്റിങ്ങിൽ സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോഴും അതിൻ്റെ ടെക്നോളജി എനിക്കറിയില്ല സാർ, എങ്ങനെയെല്ലാം ചെയ്യണമെന്നറിയില്ല. എനിക്ക് പല ഫോൺ കോളുകളും വരാറുണ്ട്. ഫോൺ വഴി കണക്ട് ചെയ്ത് സംസാരിക്കാൻ കഴിയില്ല. അതിനുള്ള സമയവും സാഹചര്യവും ഒരുക്കണം. കാരണം വിദേശത്ത് നിന്ന് നിരവധി മുരുക ഭക്തർ ചോദിച്ചുകൊണ്ടിരിക്കും. അവരുടെ സംശയങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്കും എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിക്കും. പക്ഷേ എപ്പോഴാണ് സംഭവിക്കാമെന്നറിയില്ല. മുരുകൻ തന്നെ നയിക്കുമെന്നാണ് വിശ്വാസം. ഒടുവിൽ അവൻ തന്നെ നമ്മെ നയിക്കാൻ വന്നിരിക്കുന്നു. അതുമാത്രമല്ല, മലയാളത്തിലും തെലുങ്കിലും ഹിന്ദിയിലും കൂടി അതെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നത് എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. അതിനാൽ അവർക്ക് വലിയ നന്ദി. ഈ വീഡിയോയിലൂടെ തെലുങ്ക് മുരുക ഭക്തർക്കും കേരള മുരുക ഭക്തർക്കും ഒരു വലിയ വിഷയം അവർക്കറിയാം. അവരുടെ ഭാഷയിൽ അത് കേൾക്കുമ്പോൾ അതിന് മറ്റൊരു ആഴമുണ്ട്. ആ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ എന്ന് പറഞ്ഞിരുന്നു. പൊതുവായ എല്ലാ സംശയങ്ങൾക്കും നാം കൂട്ടിയായി ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നമ്മുടെ ആളുകൾ ഈ സംശയങ്ങൾ ചോദിച്ചു. വളരെയധികം സംശയങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ടവ ഞാൻ എഴുതിയിട്ടുണ്ട്.
എനിക്ക് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കാര്യമാണ് എല്ലാവരും ചോദിച്ചത്. അതായത് അമ്മമാർക്ക് മുലയൂട്ടുന്ന സമയത്ത് നോമ്പിരിക്കാമോ എന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് നോമ്പിരിക്കേണ്ടതില്ല. അതിന് യാതൊരു നിർബന്ധവുമില്ല. ഓരോരുത്തരുടെയും വീട്ടിൽ മാസത്തിൽ നിന്ന് കുഞ്ഞു പോയതിന് ശേഷം അമ്മ വീട്ടിലാണ് ഇരിക്കാറ്. നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് തീർച്ചയായും ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് പ്രധാനം, നിങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം. അതിനായി ഞാൻ മാംസാഹാരത്തിൽ ആരോഗ്യമാണ് എന്ന് പറയുന്നില്ല. എങ്കിലും നിങ്ങളൊരു അമ്മയുടെ വീട്ടിലിരിക്കുമ്പോൾ അവിടെ നൽകുന്ന ഭക്ഷണം ഒഴിവാക്കാൻ കഴിയില്ല. അതിനാൽ നിങ്ങൾ നോമ്പിരിക്കാതിരുന്നാലും ഒന്നും പ്രശ്നമില്ല. കഴിയുമെങ്കിൽ അവസാന ആഴ്ച തൈപ്പൂസം സമയത്തെങ്കിലും നോമ്പിരിക്കാൻ ശ്രമിക്കുക. അതും കഴിയില്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല. അടുത്ത തൈപ്പൂസിനെ നോമ്പിരിക്കാം. അതിനാൽ നിങ്ങൾ എപ്പോഴാണ് പ്രപഞ്ചം അനുമതി നൽകുന്നത് അപ്പോഴാണ് നോമ്പിരിക്കാൻ കഴിയുന്നത്. അതാണ് ഞാൻ കണ്ട സത്യമായിരുന്നത്. അതിനുശേഷം മരിച്ചവരുടെ വീട്ടിലേക്ക് പോകാമോ, ഒരു മരണ വീട്ടിലേക്ക് പോകാമോ എന്നതുപോലുള്ള പൊതുവായ സംശയങ്ങളുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട സംശയമാണ്. ഞാൻ വീണ്ടും പറയുന്നത് എന്തെന്നാൽ, ഈ കലിയുഗത്തിൽ ജനനവും മരണവും വളരെ വിശുദ്ധമായവയാണ്. അതുപോലെ സ്ത്രീകളുടെ മാസവ്രതവും അശുദ്ധി എന്നതും. നിങ്ങൾ അവരെ തെറ്റായ രീതിയിൽ കാണുകയോ അവരെ അവമതിക്കുകയോ അകലെ വയ്ക്കുകയോ ചെയ്യുന്നത് തെറ്റാണ്. ഇവയൊക്കെയും വിശുദ്ധമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. എല്ലാവരും ചോദിക്കും, കോഴിയിൽ നിന്നാണ് മുട്ടയോ മുട്ടയിൽ നിന്നാണ് കോഴിയോ വന്നതെന്ന്. ഈ ലോകത്തിലെ ആദ്യ ജീവി എന്നെ അറിയാവുന്ന വിധത്തിൽ ഉറപ്പായും സ്ത്രീശക്തിയാണ് ഉണ്ടായിരിക്കേണ്ടത്. സ്ത്രീശക്തി വന്നതിന് ശേഷം മാത്രമാണ് സൂര്യൻ്റെ മുഖാന്തരം ചില കാര്യങ്ങൾ നടന്നത്. അതിന് വലിയ ഉദാഹരണമാണ് നമ്മുടെ കർണൻ എങ്ങനെ ജനിച്ചെന്ന് നോക്കിയാൽ പോലും ഈ ചോദ്യക്ക് ഉത്തരം കിട്ടും. അതിനാൽ നിങ്ങൾ ഈ അശുദ്ധി കാലത്ത് ദൈവവ്രതം പാലിക്കാമോ എന്നതിൽ യാതൊരു ആശങ്കയും വേണ്ട. 48 ദിവസം കാത്തിരിക്കുക. അതിനിടയിൽ എന്ത് സംഭവിച്ചാലും, നിങ്ങളുടെ ബന്ധുക്കളെ കാണേണ്ടി വന്നാലും അല്ലെങ്കിൽ മരണത്തിന് പോയാലും അതിനും ഇതിനും യാതൊരു ബന്ധവുമില്ല. 48 ദിവസം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് മുരുകപ്പെരുമാളിനായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാംസാഹാരം ഒഴിവാക്കുകയാണ്. ഇത് ഒന്നു മാത്രമാണ്. അതിനാൽ നിങ്ങൾ ഈ മരണവീട്ടിൽ പോയി വന്നാൽ പാപമോ, അയ്യോ നമ്മുടെ വ്രതം തകരുമോ എന്നൊന്നും മനസ്സിൽ വെക്കേണ്ട. നമ്മൾ ഇനിയും ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതിന് മുകളിലൊരു വലിയ കാര്യമുണ്ടെന്ന് എൻ്റെ കർമ്മദർശനത്തിൽ ഞാൻ കാണുന്നു. നിനക്ക് ഇതിന് മുകളിലൊരു വലിയ കാര്യമുണ്ട്, എന്നാൽ നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നോക്കിയാൽ മുഴുവൻ നമ്മുടെ ഉൾവിനെയും കർമ്മവിനെയും നമ്മെ ഇതിൽ നിന്ന് പുറത്തു വരാൻ അനുവദിക്കാതെ ഇതിലേക്കുള്ളിൽ ചുട്ടിക്കൊണ്ടിരിക്കേണ്ടിയാക്കുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അടുത്തത് രോഗം ബാധിച്ചത്. മകൻ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു, എൻ്റെ മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, ഈ കാലത്ത് വ്രതം പാലിക്കാമോ എന്ന്. നാം ഹോസ്പിറ്റലിലായാലും തന്നെ നാം തീർച്ചയായും ഈ വ്രതം പാലിക്കാം. എവിടെ ഇരുന്നാലും ഈ വ്രതം പാലിക്കാം. വേറെ ഒന്നും ആവശ്യമില്ല. മനസ്സിൽ പോലും നിങ്ങൾ 48 ദിവസം മുരുകപ്പെരുമാളെ ഓർത്തിരുന്നാലും അതിന് ഉചിതമായ ഫലവും ലഭിക്കും. നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെടുമ്പോൾ അതിന് ഉചിതമായ ഫലവും ഉണ്ടാകും. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവർ ഈ വ്രതകാലത്ത് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എവിടെ ഇരുന്നാലും നിങ്ങൾക്കൊരു പോക്കറ്റ് സൈസ് മുരുകൻ ചിത്രം കിട്ടും. അവിടെ നിന്ന് മുരുകപ്പെരുമാൾ. ഈ 48 ദിവസം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിലും ദുഃഖിക്കേണ്ട. നിങ്ങൾ എവിടെയുണ്ടായാലും തീർച്ചയായും ഈ മുരുകൻ ശക്തി നിങ്ങളെ കാത്തു സൂക്ഷിക്കും. നിങ്ങളെ സംരക്ഷിച്ച് ഒരു കാര്യത്തിൽ സഹായം നൽകുന്നത് ഞാൻ കഴിഞ്ഞ വർഷം തൈപ്പൂസത്തിന് അനുഭവിച്ചൊരു കാര്യമാണ്. എത്രയോ മുറുക്കുകൾക്കരികിൽ ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരത്ഭുതം സംഭവിച്ചു. ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്റർ വാതിലിൽ സെന്തിൽവേൽ എന്നൊരു ഡോക്ടർ എൻ്റെ അപ്പായിക്ക് ഓപ്പറേഷൻ ചെയ്തു. അതിനു മുമ്പ് മറ്റൊരു ഡോക്ടറായിരുന്നു. പക്ഷേ ഞാൻ തൈപ്പൂസത്തിന് പോയപ്പോൾ എൻ്റെ അപ്പായിക്ക് ഈ ഡോക്ടർ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്തത്. ഇതെല്ലാം മുരുകൻ്റെ അത്ഭുതം തന്നെയാണെന്ന് പറയുന്നു. ഇതൊന്നൊന്ന് ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ആ സത്യവും ആ അനുഭവവും മനസ്സിലാവും. അതിനാൽ ഹോസ്പിറ്റലിൽ കഴിയുന്നവർ അല്ലെങ്കിൽ ഞങ്ങൾ പോലുള്ളവർക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളവർ ഈ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കുമോ എന്ന് ചിന്തിച്ച് ആരും വിഷമിക്കേണ്ട. നിങ്ങൾ വരാൻ തന്നെ നോക്കൂ. അടുത്ത വിഷയം മാല ധരിക്കുന്നത്. ഇത് വലിയൊരു ചോദ്യമായിരിക്കുന്നു. ഞാൻ ആരെയും മാല ധരിക്കണമെന്ന് പറയുന്നില്ല. ഈ 48 ദിവസത്തെ വ്രതം അടുത്ത വർഷം പക്വതയുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കാപ്പ് കെട്ടുന്നതോ അല്ലെങ്കിൽ മാല ധരിക്കുന്നതോ ഇല്ല. ഞാൻ ബെഡിൽ കിടക്കാതെ നിലത്ത് കിടക്കുന്നു, വളരെ ലളിതമായി കഴിയുന്നു, ചെരിപ്പിടാതെ ഇരിക്കുന്നു. ഇങ്ങനെയെല്ലാം നിങ്ങളുടെ മനസ്സ് തയ്യാറായതിനു ശേഷം മാത്രമേ ആ പ്രവൃത്തിയും അതിനുള്ള അനുഗ്രഹവും ലഭിക്കൂ. അതിനാൽ നിങ്ങളുടെ മനസ്സ് തയ്യാറാകാതെ നിങ്ങൾ നേരെ കഠിനമായ വ്രതത്തിലോ കഠിനമായ ഭക്തിയിലോ പ്രവേശിച്ചാൽ നാളെ നിങ്ങൾ ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാതെ അതുപോലെ ദൈവത്തോട് കോപം വരും. ഇത്രയും വ്രതമിരുന്ന് എനിക്ക് കിട്ടിയില്ല, നടക്കലേന്ന് പറഞ്ഞു വരും. അതിനാൽ ലളിതമായ ഭക്തിയിലൂടെ മാത്രമേ മുരുകപ്പെരുമാളെ അനുഭവിക്കാൻ കഴിയൂ. നമ്മുടെ മുൻഗാമികൾ ശ്രമിച്ചുകൊണ്ട് നമ്മളെക്കാൾ മുമ്പ് ഈ കലിയുഗത്തിൽ നിന്ന് നമ്മൾ എപ്പോഴൊക്കെ വന്നു ഈ മുരുകശക്തി വഴി സ്ഥാപിച്ചു. അതിൽ നിന്ന് ലളിതമായ ഭക്തിയിലൂടെയും ദൈവം വന്ന് വണങ്ങിയിട്ടുണ്ട്, ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ടെന്ന് സത്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിൽ പോലും ഭക്തിയോടെ ഇരിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മാല ധരിക്കേണ്ടതില്ല.
അങ്ങനെ പറഞ്ഞ് വിഷമിക്കേണ്ട. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ചോദിച്ചൊരു ചോദ്യം ഷെയ്വ് ചെയ്യാമോ എന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു കപ്പലിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ആർമിയിൽ ജോലി ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ക്ലീൻ ഷേവ് ആയിരിക്കണമെന്നാണല്ലോ. അതിനെങ്ങനെയും ടെക്സ്റ്റ് ഇല്ല. നിങ്ങളുടെ തൊഴിൽ തന്നെയാണ് ആദ്യ ദൈവം, അതിനുശേഷം മാത്രമാണ് മറ്റെല്ലാം. നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തും എത്ര കിലോമീറ്റർ അകലെ ആ സ്ഥലത്തും നിങ്ങൾ സത്യസന്ധമായും വിശ്വാസത്തോടെ ഇരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ടത്. അതാണ് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ സേവനം ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന പോലെ ചെയ്യൂ. ഞാൻ 148 ദിവസം ഇങ്ങനെ ഇരിക്കണോ, ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുമ്പോൾ അപ്പോൾ അത് ചെയ്യൂ. ഇങ്ങനെ തന്നെയാണ് ഇരിക്കണമെന്നില്ല. അപ്പോൾ മാത്രമേ മുരുകൻ്റെ ശക്തി നിങ്ങളുടെ ജോലി ചെയ്യാൻ വരൂ, അല്ലെങ്കിൽ മുരുകൻ്റെ അനുഗ്രഹം കിട്ടുമെന്നില്ല. ഷേവ് ചെയ്യുന്നത് ഇവയെല്ലാം നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ്, നിങ്ങളുടെ ഓഫീസ് ജോലിയെ ആശ്രയിച്ചാണ്. അതേപോലെ ഏത് ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വീട്ടിന് സമീപമുള്ള മുരുകൻ ക്ഷേത്രത്തിൽ പോയി നോക്കൂ. ആ മുരുകൻ ക്ഷേത്രത്തിന് വേണ്ടതെല്ലാം ചെയ്യൂ. അഭിഷേകത്തിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കൂ, മുരുകന് വസ്ത്രം വാങ്ങിക്കൊടുക്കൂ. അതിനുശേഷം നമ്മളുടെ മറ്റെല്ലാ സ്ഥലങ്ങളിലും പോവാം. നമ്മുടെ അതിരുകളിലുള്ള മുരുകൾ നമ്മളെ കാക്കുന്നവരാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ വടപിള്ളൈ, എന്നാൽ വടപള്ളിയിലെ മുരുകൻ. ഇന്നത്തെ ദിവസം വലസയായി വെങ്കട സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോയി. ഏകദേശം ആ ക്ഷേത്രം 2 വർഷം മുമ്പ് ഞാൻ പോയി റെക്കോർഡ് ചെയ്യുമ്പോൾ, ശരിയായി 2 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പലർക്കും ആ ക്ഷേത്രമുണ്ടെന്ന് അറിയില്ല. ഭൂമിയിൽ നിന്ന് കിട്ടിയ ചിലത് ഇപ്പോൾ വളസരണമാണ്. ആ മുരുകനെ പോയി കാണാം. അത്ഭുതകരമായ മുരുകൻ. അങ്ങനെ ഓരോ പ്രദേശത്തും ഇപ്പോൾ MGR ഉണ്ടെങ്കിൽ അവിടെ തിരുചന്ദ്ര മുരുകനുണ്ട്. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മുരുകന്റെ ശക്തിയുണ്ട്. നിങ്ങൾ ആ മുരുക രവി നോക്കൂ. അതുപോലെ നിങ്ങൾക്ക് ഈ 40 ദിവസവും ക്ഷേത്രത്തിൽ പോകണമെന്നൊന്നും നിർബന്ധമില്ല. എല്ലാ പോയിന്റുകളും ചേർത്ത് ഒറ്റവാക്കിൽ പറയുന്നത് എന്തെന്നാൽ, നിങ്ങൾക്കിഷ്ടമായ ഒരു കാര്യത്തെ ഈ വ്രതകാല ലക്ഷ്യത്തിൽ മുരുകപ്പെരുമാന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ കർമ്മങ്ങൾക്കും അതിന് അനുയോജ്യമായ ഫലവും ലഭിക്കും. ഇത് സത്യമാണ്. അതിനാൽ ഈ വേണ്ടൽ പ്രാർത്ഥന ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കാപ്പ് കെട്ടിക്കൊള്ളാമോ എന്നൊന്നും പറയുന്ന നിയന്ത്രണമില്ല. ഈ 48 ദിവസമാണ് അടുത്ത 3000 അഥവാ 56 ദിവസങ്ങൾ നമ്മുടെ വർഷത്തിലുണ്ടാകുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വഴികാട്ടും. അതിനാൽ നിങ്ങൾ ഏത് ക്ഷേത്രത്തേക്കും പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിന് സമീപമുള്ള മുരുകനെ പോയി കാണും. അതുപോലെ വീട്ടിൽ മരണമുണ്ടായാൽ, ഞാൻ അപ്പോൾ ഇപ്പോഴാണ് നഷ്ടപ്പെട്ടത്, 10 ദിവസമായിരിക്കുന്നു, ഇപ്പോൾ ചെയ്യാമോ എന്നിങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. ഓരോ വീട്ടിലും ഓരോ രീതിയുണ്ട്. ചിലർ വീട്ടിൽ നിന്ന് 11 ദിവസത്തെ ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാം തീർക്കും. അങ്ങനെ ഓരോ വീട്ടിലും വ്യത്യസ്തമായ ഒരു മാർഗനിർദ്ദേശം, ഒരു രീതിയുണ്ട്. അതിൽ കുഴപ്പപ്പെടേണ്ടതില്ല. നിങ്ങൾ ഈ 48 ദിവസം മനസ്സിൽ ഉറച്ചതും ശരീരത്തിൽ ശക്തിയുമുള്ളതുമാകാൻ പോകുന്നു. ഒരു കാര്യം ചെയ്യാതെ ഇരിക്കാൻ പോകുന്നു എന്ന് മാത്രം. അതാണ്, വേറെ വഴിയില്ല. മാംസം കഴിച്ചേ തീരൂ, അല്ലെങ്കിൽ എനിക്ക് വിശപ്പില്ലാത്ത സാഹചര്യം വന്നാലും ഞാൻ കഴിക്കുമെന്ന് തന്നെ പറയും. കഴിയില്ലെങ്കിൽ അടുത്ത വർഷം തുടങ്ങും, അത്രേ. ഇതിനെക്കുറിച്ച് അയ്യോ നാം ഇങ്ങനെ കഴിച്ചുവല്ലോ, കുറ്റബോധം വരുമോ, ദൈവം ശിക്ഷിക്കുമോ എന്നിങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ മനസ്സാണെല്ലാം. ഞാൻ പലപ്പോഴും ഒരു കാര്യം പറയുന്നു, നിങ്ങൾക്കില്ലാത്ത ഒരു രോഗം നിങ്ങളുടെ തലച്ചോറിനോട് പറഞ്ഞു വിശ്വസിപ്പിച്ചാൽ ആ തലച്ചോറും ആ ചിന്തയും ആ രോഗം സൃഷ്ടിക്കുമെന്ന്. ഇത് ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തലവേദനയ്ക്കൊരു മരുന്ന് കഴിക്കുന്നു. ആ മരുന്ന് പ്രവർത്തിച്ചോ ഇല്ലയോ, നമ്മൾ മരുന്ന് കഴിച്ചല്ലോ, തലവേദന മാറും എന്ന വിശ്വാസം തന്നെയാണ് ആദ്യം പ്രവർത്തിക്കുന്നത്. അതുപോലെയാണ് ഇതും. അതിനുശേഷം പലരും ചോദിച്ചൊരു ചോദ്യം, പലർക്കും എനിക്ക് ഭംഗി പോകുന്നു, കാവടി എടുക്കുന്നു, പാൽക്കുടം ചെയ്യാമോ എന്നിങ്ങനെയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടം. മനസ്സുകൊണ്ട് നിങ്ങൾ സ്വയം ദുഃഖിപ്പിച്ച് ആ പ്രകൃതി നിങ്ങൾക്ക് കൂടുതൽ കരുണയോടെ നൽകും. ഇതിന് വലിയ ധൈര്യവും വലിയ സമർപ്പണവും വേണം. എല്ലാവരും വേൽക്കൂത്ത് ചെയ്യാൻ കഴിയില്ല, എല്ലാവരും പാൽക്കുടം എടുക്കാൻ കഴിയില്ല, എല്ലാവരും കാവടി എടുക്കാൻ കഴിയില്ല. അതിനായി ആരുടെ ജന്മം എഴുതപ്പെട്ടിട്ടുണ്ടോ അവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അതിനാൽ ഇതിലും യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ആ ദൈവശക്തി അനുമതി നൽകിയാൽ തീർച്ചയായും ചെയ്യൂ. അതിനനുയോജ്യമായ ഫലം അവരവരുടേതായിരിക്കും. പക്ഷേ നിങ്ങൾ കാണൂ, കുടുംബത്തിൽ ഒരാൾ വേൽക്കുത്തിയാൽ തുടർച്ചയായി അവർ പല തലമുറകളായി 25 തലമുറകളായി വേൽക്കുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് സ്വാഭാവികമായും വരും. അതിനാൽ നിങ്ങൾ പുതിയതായി തുടങ്ങുമ്പോൾ ആരായാലും മുരുകപ്പെരുമാൻ്റെ അനുമതി ചോദിക്കും. അതിനായി ആദ്യം നിങ്ങളുടെ മനസ്സ് തയ്യാറാവണം. അടുത്തിടെ ഒരു അമ്മ വന്നൊരു നേർച്ച വെച്ചിരുന്നു. സിറുവാപുരി മുരുകനോട് ഞാൻ വേൽക്കുത്തും എന്ന് നേർച്ചയായിരുന്നു. പക്ഷേ അവർ ഏതോ ഒരു ആഗ്രഹത്തിലും ഏതോ ഒരു വിശ്വാസത്തിലും ആ നേർച്ച വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വലിയ കൂട്ടത്തിന് ഭയപ്പെടുന്നു. അവരെന്നോട് ചോദിച്ചു, അമ്മ ഇങ്ങനെ നിങ്ങൾ മുരുകൻ എന്നെ വേൽകുത്താൻ അനുവദിച്ചോ എന്ന് ചോദിച്ചിട്ടില്ല. നിങ്ങൾ തന്നെയാണ് പോകേണ്ടത്. അത് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിറവേറ്റണം. ഭയന്ന് മാറ്റി വെക്കരുത്, അല്ലെങ്കിൽ നിർത്തരുത്. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അത് ചെയ്യണം. അതിനുശേഷം അവർ സാർ ഇപ്പോഴെനിക്ക് ഭയമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് അതെല്ലാം അവർ തന്നെ ചെയ്താൽ മാത്രമേ നല്ലതാകൂ. നാം ഏത് നേർച്ചയാണെങ്കിലും വെക്കുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, മനുഷ്യരോട് നമ്മൾ പറയുന്നത് ചെയ്യാതെ പോകാം. എങ്ങനെയായാലും പോകും. നിങ്ങൾ വാഗ്ദാനം തെറ്റാമാകും. എന്തു വേണമെങ്കിലും ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ കർമ്മഫലങ്ങൾ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ദൈവത്തോടൊപ്പം, അതും നമ്മുടെ മുരുകപ്പെരുമാരോടൊപ്പം മാത്രം. നിങ്ങൾ എന്ത് പറയുന്നോ അത് ചെയ്തോളൂ. മുരുക നിന്നെ രാജാ പോലെ അലങ്കരിച്ച് വസ്ത്രാണിയിക്കും. മുരുക
എനിക്ക് കുഞ്ഞു പിറന്നാൽ നിന്റെ പേരിടും. മുരുകാനായിട്ട് കുഞ്ഞു പിറന്ന മുടി മുറിക്കും. ഏത് ക്ഷേത്രത്തിലും വേണമെങ്കിൽ അത് ചെയ്തോളൂ. ആ വാഗ്ദാനം മാത്രം ഉപേക്ഷിക്കരുത്. അത് മറികടക്കുന്നവർക്ക് സത്യത്തിൽ തെറ്റൊന്നുമില്ല. അതുപോലെ തൈപ്പൂസം വ്രതം മാത്രം വേണമെന്നില്ല. പങ്കുണി ഉത്തരം, ശശിവ്രതം എന്നിവയും ആചരിക്കാം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഏത് വ്രതമായാലും ആചരിക്കാം. എന്തായാലും ഒരു വർഷത്തിൽ 148 ദിവസം അല്ലെങ്കിൽ മുരുകപ്പെരുമാനായി 48 ദിവസം മാറ്റിവെക്കൂ. ആ 48 ദിവസം നിങ്ങളുടെ ശേഷമുള്ള എല്ലാ മാസങ്ങളെയും നയിക്കും. സത്യമായുള്ള സത്യം, നിങ്ങളുടെ മനസ്സ് തയ്യാറാകുന്നു. മനസ്സ് തയ്യാറായ ശേഷം നിങ്ങളുടെ തലയിൽ നിന്ന് എല്ലാം നമ്മെ ഒരു ശക്തി സംരക്ഷിക്കുന്നു എന്ന സത്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇനിയും പലരും പലതരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ട സംശയങ്ങൾ ഇതാണ്. തൈപ്പൂസൻ വ്രതം ഡിസംബർ 15 ആരംഭിച്ച് ഫെബ്രുവരി 1 അവസാനിക്കുന്നു. 49 ദിവസം എന്നത് എങ്ങനെ വരുന്നു എന്നാൽ, നിങ്ങൾ തെറ്റാതെ ഒരു ദിവസം പോലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താലോ ഇത് ശരിയാക്കാൻ ഈ ദിവസങ്ങൾ സഹായിക്കും. ആ 48 ദിവസം കഴിഞ്ഞ ഉടനെ നിങ്ങൾ നേരിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നതിനാലാണ് ഞാൻ 49 ദിവസം എന്ന് പറഞ്ഞത്. ചിലർക്ക് ശബരിമലയ്ക്ക് മാല ധരിച്ചു പോയി താഴേക്ക് വരുമ്പോഴും മാലയിട്ട് തന്നെ ഇരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അതും ശരി, അതൊഴികെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു വ്രതം എന്നാണ് പറഞ്ഞാൽ നിങ്ങൾ ആരംഭിച്ച് അവസാനിപ്പിക്കുന്നവരെ വരെ വീട്ടിലിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. ആ വ്രതം വീട്ടിൽ മാംസം കഴിക്കാതെ തുടരുന്നത് അതിലും വലിയൊരു നല്ല കാര്യമാണ്. നിങ്ങൾ കഴിക്കരുത്. ചിലരിത് കഴിക്കുന്നു. ഉയർന്നവരാണിത് കഴിക്കുന്നത്, താഴ്ന്നവരാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ 44-ൽ നിങ്ങൾ പലരുടെയും വീടുകളിൽ പോയി സഹായിക്കുമ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് മുരുകൻ്റെ സാക്ഷ്യമായി എനിക്ക് മുരുകൻ തന്നു, മുരുകൻ ചെയ്തതു എന്നിങ്ങനെ പറയാൻ കഴിയും. പറയൂ, ഇത് സത്യമായി നടക്കും. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യൂ, ഞാൻ മറുപടി പറയും. ഉടൻ തന്നെ തിരിച്ച് വായിലവർ, വിരാലിമല, വള്ളിയൂർ ഈ എല്ലാ യാത്രകളും ഇതുവരെ മുരുകപ്പെരുമാൾ അനുമതി നൽകിയിട്ടില്ല. ഉടൻ തന്നെ അത് അനുവദിച്ച് ഞാൻ മുരുകഭക്തരെ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. 10-ാം തീയതി അടുത്ത വീഡിയോ ഞാൻ ഉടൻ തന്നെ റെക്കോർഡ് ചെയ്യും. കാരണം 15-ാം തീയതി വ്രതം ആരംഭിക്കുന്നു. അതിനു മുമ്പ് നിങ്ങൾ പലരും കൂടുതൽ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. അതിനും കൂടി ഞാൻ മറുപടി പറയും. എല്ലാ പൂജകൾക്കും മുരുകനോട് നന്ദി.